ഹലോ നമസ്കാരം. PGR പിള്ളി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളിക്ക രസമാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് പുളി, ഉപ്പ്, മുളക്, മല്ലിയില, കറിവേപ്പില, ഇഞ്ചി, ഉള്ളി, പച്ചമുളക്, തക്കാളി, കായം, ജീരകം, കുരുമുളക്, ആവശ്യത്തിന് വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി. ഇതിലേക്ക് പുളിയിലേക്ക് വെള്ളം ഒഴിക്കാം. പുളി ഒന്ന് കുതിർന്ന് വരണം. ഒരു 5 മിനിറ്റ് പുളി വെള്ളത്തിൽ കിടക്കട്ടെ. ഇനി നമുക്ക് ഈ പുളി പിഴിഞ്ഞെടുക്കാം. നല്ലപോലെ ഞെരടി പുളി പിഴിഞ്ഞെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം. ചട്ടി ചൂടായി വരുന്നു. നമുക്ക് എണ്ണ ഒഴിക്കാം ആവശ്യത്തിന്. 2-3 ടേബിൾ സ്പൂൺ മതി. ഇനി ആവശ്യത്തിന് കടുകിടാം. ജീരകം ഇടാം. ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, നല്ല മുളക് ചതച്ചത്, ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരും. മൂത്ത് പറയും കടുകെല്ലാം കൂട്ടി മൂത്ത് ഉള്ളി ചെറിയൊരു ബ്രൗൺ കളറാണ്. മുളക് പൊടിട്ടു. കായം, കായമിട്ട് നമുക്ക് ഈ തക്കാളിക്കായും പച്ചമുളകും ചെറുതായിട്ടൊന്ന് വാട്ടുന്നത്. 10-15 ശതമാനമുള്ള പച്ചക്കിട്ടാൽ പച്ച ചോറും ടൊമാറ്റോ ഇത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ട് രസം വെക്കുക. ശേഷം 4-5 ദിവസം ഇരിക്കും. പച്ചക്ക് നമ്മൾ കുത്തി ഉടച്ചിട്ടാൽ വൈകുന്നേരം അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ പന്നലായി. ഇത് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും കിട്ടുക. കറിവേപ്പില കൂടി ചെറുതായിട്ടൊന്ന് മാറിയത്. ചെറുതായിട്ട് ഒരു 10-30 സെക്കൻഡ്. ഉലുവ, മല്ലി, മുളക്, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി അതിൻ്റെ പൂടിട്ടിട്ട് ശക്കലം വെള്ളം ഒന്നൊഴിച്ച് ഒരു മിനിറ്റ് ഒന്ന് വേവാൻ നോക്കണം. തക്കാളിക്ക ഒന്ന് ആ വെള്ളത്തിൽ തിളച്ചോ. തക്കാളിക്ക ഒരു 1.5 മിനിറ്റ് ഒന്ന് തിളച്ചപ്പോൾ നമ്മൾ പുളിവെള്ളം ചേർത്ത് പുളി ചേർത്ത് ഇനി ആവശ്യത്തിന് ഉപ്പിടാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് മതിയാവും. ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കാം. രസം തിളച്ച് വന്നു, നല്ലതായിട്ട് വന്നു. ലാസ്റ്റ് ഞാനൊരു ഇച്ചിരി കായം കൂടെ ചേർക്കുന്നത്. ചായ ഇട്ടതാക്കുന്ന കായം അലിഞ്ഞ് ചേർന്നോളൂ. അത് ഇനി ഏറ്റവും ലാസ്റ്റ് മല്ലിയില. രസം റെഡി. അങ്ങനെ നമ്മുടെ നാടൻ രസം തയ്യാർ.